നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിപ്പൂർ വിദ്യാർത്ഥികൾക്ക് ധനസഹായവുമായി ഗ്രാൻഡ്മ. ഉപരിപഠനത്തിനെത്തിയ കുക്കി വിദ്യാർത്ഥികൾക്ക് പഴയകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ കൈത്താങ്ങായി. മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഭീമം, കൂടെ തടവും. കടുത്ത നടപടികൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനി മുതൽ മുൻകൂട്ടി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ക്യാൻസർ പ്രതിരോധം ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് ഒക്ടോബർ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് വരാതെ നോക്കലാണെന്ന് ഡോക്ടർ KP അബ്ദുള്ള. വാർത്തകൾ വിശദമായി. വംശീയ കലാപത്തിന്റെ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് ധനസഹായവുമായി ഗ്രാൻഡ്മ. ഉപരിപഠനത്തിനായി കണ്ണൂർ സർവകലാശാലയിലെത്തിയ മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പഴയകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഗ്രാൻഡ്മ ധനസഹായവുമായി എത്തിയത്. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ധനസഹായ വിതരണവും MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ധനസഹായം സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഏറ്റുവാങ്ങി. സ്വാഭാവികമായിട്ടും ലോകത്ത് എവിടെയും കലാപം നടക്കുന്നതിന് മുമ്പ് കലാപത്തിന് വേണ്ടി അരങ്ങൊഴിക്കുന്നത് കളവാണ്. അത് ഏത് ഫാസിസത്തിൻ്റെയും രൂപമാണ്. അതുപോലെ മണിപ്പൂരിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള കലാപത്തിൻ്റെ മുന്നോടിയായി 5-6 മാസം മുമ്പ് ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മെയ്ത്തികൾ. അവരാണ് താഴ്വരയിൽ. അത് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടാണ്, RSSൻ്റെ നേതൃത്വത്തിലാണ്. ഗവൺമെൻറ് തന്നെ ആയുധം കൂടി എടുത്തുകൊണ്ടാണ് ആ പരിശീലനം നടത്തിയത്. പരിശീലനം നടത്തുമ്പോൾ തന്നെ അവരൊരു വ്യാപകമായ കള്ളപ്രചാരവേല നടത്തി. ആ കള്ളപ്രചാരവേലയിൽ പറയുന്നത് ഈ കുട്ടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം മയക്കുമരുന്നുകൾ കൊണ്ടുവരികയും വിൽക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരാണ് എന്നാണ്. കലാപത്തിന്റെ സാഹചര്യത്തിൽ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാക്കാനായി പ്രത്യേകം സീറ്റുകൾ അനുവദിക്കാൻ സർവകലാശാല തീരുമാനിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രവേശനം നേടുകയും നിലവിൽ കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി എന്നീ പഠന വകുപ്പുകളിൽ പഠിക്കുന്നതുമായ വിദ്യാർത്ഥികളുടെ പഠന ചിലവുകളാണ് ആദ്യഘട്ടത്തിൽ ഗ്രാൻഡ്മ ഏറ്റെടുത്തിരിക്കുന്നത്. സർവകലാശാലയിൽ എത്തിയ മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ധനസഹായം ആവശ്യമാണെന്ന് അറിയുകയും ഉടനെ തന്നെ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറും ഗ്രാൻഡ്മയിലെ അംഗവുമായ ഡോക്ടർ TV രാമകൃഷ്ണൻ കൺവീനറും OV വിജയൻ ചെയർമാനുമായി മണിപ്പൂർ വിദ്യാർത്ഥി സഹായ കമ്മിറ്റി രൂപീകരിക്കുകയുമായിരുന്നു. ഗ്രാൻഡ്മ സെക്രട്ടറി T മോഹനൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മണിപ്പൂർ വിദ്യാർത്ഥി സഹായ കമ്മിറ്റി കൺവീനർ ഡോക്ടർ TV രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താങ് ചാംഗം ഹോങ് കിം, ലാൽ മിൽ താങ് കിപ് ഗേൽ എന്നിവർ മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. പ്രൊഫസർ വൈസ് ചാൻസലർ A സാബു, കണ്ണൂർ സർവകലാശാല യൂണിയൻ വൈസ് ചെയർപേഴ്സൺ TP അഖില, കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് കളക്ടീവ് പ്രതിനിധി KP അനീഷ് കുമാർ, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് യൂണിയൻ ചെയർമാൻ A തേജസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. OV വിജയൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ദൃഷ്ടി പദ്ധതി സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 12-ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്യാം കൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ചാണ് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ദൃഷ്ടി പദ്ധതി സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 16 മുതൽ 20 വരെയാണ് സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും നടക്കുക. ക്യാമ്പിന്റെ ഉദ്ഘാടനം ലോക കാഴ്ച ദിനത്തിലാണ് നടത്തുന്നത്. ഡോക്ടർ അലക്സ് G ആനന്ദാണ് നേത്ര പരിശോധന ക്യാമ്പിന് നേതൃത്വം നൽകുക. ജനറൽ ഇൻഷുറൻസ് റിട്ടയറീസ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം കണ്ണൂരിൽ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KT ജോഷി ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ രംഗത്ത് കൃത്യമായ പ്രവർത്തനമുള്ള സ്ഥലമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന് ഡോക്ടർ KT ജോഷി പറഞ്ഞു. വാട്സാപ്പിലുണ്ട്, പക്ഷെ മെമ്പേഴ്സ് ആയിട്ടുള്ള ലിസ്റ്റ് എനിക്കിപ്പോ ഇന്നലെ അയച്ചു. ഫൈനൽ ലിസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് 34 പേരുടെ ലിസ്റ്റാണ് ഞാൻ കണ്ടത്. അപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. വാട്സാപ്പും മെമ്പർഷിപ്പും തമ്മിൽ വ്യത്യാസം ഞാൻ കാണുന്നു. ഏതായാലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ കണ്ണൂർ കാസർഗോഡുള്ളവരെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ട്രേഡ് യൂണിയന്റെ ഒരു വലിയൊരു സെന്ററാണ് ഈ കണ്ണൂർ കാസർഗോഡ്. അവരൊക്കെ ഈ ഓർഗനൈസിംഗ് ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ ഗംഭീരമായിട്ട് പോകുന്ന സ്ഥലമാണ്. എന്നാലും ഞാൻ പറയാണ്, ഇപ്പൊ ശ്രീ രാമചന്ദ്രൻ നായർ എല്ലാ മാസവും റിട്ടയർഡീസിന്റെ ലിസ്റ്റ് എന്നും നമ്മുടെ വാട്സാപ്പിൽ കൊടുക്കുന്നുണ്ട്.
നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ആളുകളെ നേടി പിടിച്ച് അതാത് യൂണിറ്റുകൾ കണ്ടുപിടിച്ച് അവരെ ഓർഗനൈസേഷൻ കൊണ്ടുവരിക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യം എനിക്ക് തോന്നുന്നു. ജനറൽ ഇൻഷുറൻസ് രംഗത്തെ പ്രവർത്തനം മികവും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഈ രംഗത്ത് ഏറ്റവും ആവശ്യമുള്ള കാര്യം ആളുകളെ കണ്ടെത്തി അതാത് യൂണിറ്റുകളെ ഓർഗനൈസ് ചെയ്തു കൊണ്ടുവരികയാണെന്നും അസുഖമായിരിക്കുന്നവരെയും സീനിയർ സിറ്റിസണിനെയും വീടുകളിൽ ചെന്ന് കാണുകയുമാണ് വേണ്ടതെന്നും KT ജോഷി പറഞ്ഞു. പ്രസിഡന്റ് TP ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. P ഹരിദാസ്, ജയറാം, ജോണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ഉളിക്കലിൽ കാട്ടാന ഓടിയ വഴിയിൽ മധ്യവയസ്കന്റെ മൃതദേഹം. കാട്ടാനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് സംശയം. നെല്ലിക്കാമ്പൊയിൽ സ്വദേശി ജോസിനെയാണ് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് ആളുകൾ ഉളിക്കൽ പഞ്ചായത്ത് ഫിഷ് മാർക്കറ്റിന് സമീപമുള്ള ഇന്നലെ ആന കടന്നുപോയ വഴിത്താരയിൽ തന്നെ ഒരാൾ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. അത് നെല്ലിക്കാമ്പൊയിൽ സ്വദേശി ആപ്രശ്ശേരിയിൽ ജോസാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ പരിക്കുകളുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ ഉപദ്രവത്തിൽ ആണോ മരിച്ചതെന്ന് തീർത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ശരീരം ആന ഇന്നലെ മടങ്ങിപ്പോയ പള്ളി പരിസരത്ത് നിന്ന് വനംവകുപ്പിൻ്റെ ഇടപെടലിനെ തുടർന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ ആന മടങ്ങിപ്പോയ ആ വഴിത്താരയിൽ തന്നെയാണ് ഈ ബോഡി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനയുടെ ആക്രമണത്തിലാവാം മരണപ്പെട്ടതെന്നുള്ള ബലമായ സംശയത്തിലാണ് നാട്ടുകാരുള്ളത്. ഇവിടെ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷൻ അറിയിച്ച സംബന്ധിച്ച കാര്യവും എല്ലാം പരിശോധിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആനയുടെ അക്രമത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമാണ്. ആന ഇന്നലെ ഒരു ദിവസം മുഴുവൻ പരിഭ്രാന്തിയിൽ വെച്ചുകൊണ്ട് കാട്ടിലേക്ക് ഇന്ന് പുലർച്ചെ മടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ആശ്വസിച്ചിരുന്നു. വലിയ ദുരന്തങ്ങളോ അക്രമങ്ങളോ ഒന്നും ഉണ്ടാക്കാതെയാണ് ആന കടന്നുപോയതെന്നാണ് ഞങ്ങൾ കരുതിയതും. ഞങ്ങൾ ആ നിലയിലാണ് അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഈ സംഭവം അറിഞ്ഞതോടെ മനുഷ്യൻ ഇതിന് ഇരയായി മാറിയിരിക്കുന്നു. ഒരു സാധാരണക്കാരനായ കർഷകൻ കാട്ടാനയുടെ അക്രമത്തിന് ഇരയായിരിക്കുന്നു. ആ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ നാടിൻ്റെ തീരാത്ത ഒരു വേദനയാണ്. നാട് മുഴുവൻ തളം കെട്ടി നിൽക്കുകയാണ്. ഒരു നല്ല സാധാരണക്കാരനായ കർഷകൻ എന്ന നിലയിൽ നാട്ടുകാരുടെ പ്രിയങ്കരനായിരുന്നു ജോസിയേട്ടൻ. ജോസിയേട്ടൻ്റെ മരണത്തിൽ വേർപാടിൽ നാടിനു വേണ്ടി ദുഃഖം അറിയിക്കുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂർ വിദ്യാർത്ഥികൾക്ക് ധനസഹായവുമായി ഗ്രാൻഡ്മ. ഉപരിപഠനത്തിനെത്തിയ കുക്കി വിദ്യാർത്ഥികൾക്ക് പഴയകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ കൈത്താങ്ങായി. മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഭീമം, കൂടെ തടവും. കടുത്ത നടപടികൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനി മുതൽ മുൻകൂട്ടി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ക്യാൻസർ പ്രതിരോധം ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് ഒക്ടോബർ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് വരാതെ നോക്കലാണെന്ന് ഡോക്ടർ KP അബ്ദുള്ള. കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. സുന്ദരി
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ഉളിക്കലിൽ ഇറങ്ങിയ കാട്ടാന വനമേഖലയിലേക്ക് മടങ്ങിയതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. മാട്ടറ മേഖലയിലെ വനാതിർത്തിയിൽ തന്നെ ആന ഉള്ളതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. നേരം വെളുത്തതോടെ മാട്ടറ മേഖലയിൽ നിരീക്ഷണം നടത്തിയ വനപാലകർക്ക് ആനയെ കണ്ടെത്താനായില്ല. ഇതിനെ തുടർന്നാണ് ആന കാട്ടിലേക്ക് മടങ്ങിയെന്ന നിഗമനത്തിലെത്തിയത്. പീടികക്കുന്ന് വഴി ഇന്ന് പുലർച്ചെയോടെ കർണാടക വനത്തിലേക്ക് ആന പ്രവേശിച്ചതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാട്ടറയിലെ വനാതിർത്തിയിലെത്തിയ ആന രാത്രി വീണ്ടും ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചതായാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. നേരം വെളുത്തതോടെ മാട്ടറ മേഖലയിൽ നിരീക്ഷണം നടത്തിയ വനപാലകർക്ക് ആനയെ കണ്ടെത്താനായില്ല. പീടികക്കുന്ന് വഴി ഇന്ന് പുലർച്ചെയോടെ കർണാടക വനത്തിലേക്ക് ആന പ്രവേശിച്ചതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്ഥലത്തെത്തിയ സജീവ് ജോസഫ് MLAയോടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. മലയോര ജനതയ്ക്ക് ഒരാശ്വാസമായിരിക്കുകയാണ്. നീണ്ട 24 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഫോറസ്റ്റ് സേനയുടെ, പോലീസിൻ്റെ, ജനപ്രതിനിധികളുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടെ കാട്ടാനയെ ഉളിക്കലിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നും വനാതിർത്തി കടത്തി വിടാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള എല്ലാവരെയും നാടിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വലിയ ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്നലെ രാവിലെ 6 മണിക്ക് മുതൽ പഞ്ചായത്തിൽ ആന പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ആനയെ തുരത്താൻ വേണ്ടി വലിയ കഷ്ടപ്പാടുകളാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഫോറസ്റ്റ് സേന ചെയ്തിട്ടുള്ളത്. അവരോടൊപ്പം പോലീസും ചേർന്നു, നാട്ടുകാരും ചേർന്നു, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഇതിനോടൊപ്പം തന്നെ ചേരുകയുണ്ടായി. വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ആന കടന്നുപോയത് എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. ഇന്ന് പുലർച്ചെയാണ് ആന അതിർത്തിയിലേക്ക്, വനത്തിലേക്ക് കടന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ രാത്രി അത്രയും നമ്മുടെ ഫോറസ്റ്റ് സേനയുടെ ഒരു സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ആനയെ ചേസ് ചെയ്തിരുന്നു. ആനയെ ട്രേസ് ചെയ്ത് ആന കടന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. ഈ വന്ന വഴികളിലൊന്നും തന്നെ ആന അക്രമാസക്തമായിട്ടില്ല. അതുപോലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ പരിക്കേറ്റ 4-5 പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരാൾക്ക് മാത്രമാണ് സീരിയസ് ആയി അല്പം പരിക്കുള്ളത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PC ഷാജി, പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ ഒരു ദിവസക്കാലം മുഴുവൻ നാട്ടുകാർ ഇതുമായി സഹകരിച്ചു. മാധ്യമ പ്രവർത്തകരും സഹകരിച്ചു. അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് തുരത്താനായി പ്രയത്നിച്ച വനപാലകർക്ക് MLA നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഉളിക്കലിലെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത്. ആന ഇറങ്ങിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായിരുന്നു. തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനയെ ടൗണിന് സമീപത്ത് നിന്ന് ഓടിച്ചത്. തുടർന്ന് മാട്ടറയിലെത്തിയ ആന വനാതിർത്തിക്ക് സമീപം നിലയുറപ്പിക്കുകയായിരുന്നു. ആന കാട്ടിലേക്ക് മടങ്ങിയതോടെ ഒരു പകലും രാത്രിയും നീണ്ട ആശങ്കക്ക് വിരാമമായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. റോഡിലും ജലാശയങ്ങളിലും ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പുറത്തിറക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പിഴ മാത്രമല്ല 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷയും ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ 3 ദിവസം മുമ്പായി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് മാലിന്യ സംസ്കരണത്തിന് ഫീസ് അടക്കണമെന്നും വ്യവസ്ഥയുണ്ട്. മാലിന്യ ശേഖരണത്തിനുള്ള യൂസർ ഫീ നൽകിയില്ലെങ്കിൽ പിഴ ഈടാക്കാം. ഗവർണറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഓർഡിനൻസ് നിലവിൽ വരും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കെതിരെ നടപടിയുമുണ്ടാകും. അശാസ്ത്രീയമായി മാലിന്യം കൈകാര്യം ചെയ്യുന്നത് തടയുകയാണ് ലക്ഷ്യം. ജലാശയങ്ങളിലേക്കും മാലിന്യം വലിച്ചെറിഞ്ഞാലോ മലിനജലം തള്ളിയാലോ ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കുകയും 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാലോ കത്തിച്ചാലോ 5,000 രൂപ പിഴ ചുമത്തും. 15 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാകും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദന്തവദന രോഗങ്ങൾക്കെതിരെ മാജിക് ഷോയിലൂടെ ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണം ശ്രദ്ധേയമായി. നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രി ദന്തരോഗ വിഭാഗമാണ് ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. ജില്ലാ ദന്തൽ നോഡൽ ഓഫീസർ ഡോക്ടർ KA സുജാത ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മജീഷ്യൻ സനീഷ് വടകരയും സംഘവുമാണ് മാജിക് ഷോ അവതരിപ്പിക്കുന്നത്. ജില്ലാ ആശുപത്രി ദന്തൽ ഹൈജീനിസ്റ്റ് അജയകുമാർ കരിവള്ളൂരിൻ്റെതാണ് ആശയം. കുട്ടികളിലും പൊതുസമൂഹത്തിലും വർദ്ധിച്ചുവരുന്ന ദന്തവദന രോഗങ്ങൾക്കെതിരെ വേറിട്ട ബോധവൽക്കരണ പരിപാടിയായി ആരോഗ്യവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിൽ മാജിക് ഷോയിലൂടെ ബോധവൽക്കരണം ശ്രദ്ധേയമായി. ഒരു സിഗരറ്റിൽ തുടങ്ങി ഒരു പാക്കറ്റ് സിഗരറ്റിലേക്കും ഒരു പെഗ്ഗിൽ തുടങ്ങി പെഗ്ഗുകളിലേക്കുമുള്ള മദ്യ ഉപയോഗവും മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അത് തടയാനുള്ള മാർഗങ്ങളും ദൂഷ്യവശങ്ങളും മാജിക്കിലൂടെ സംവദിച്ചപ്പോൾ അതിഥി തൊഴിലാളികൾക്കും കൗതുകം നിറഞ്ഞു. നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ദന്താരോഗ്യ വിഭാഗമാണ് ബോധവൽക്കരണത്തിന്
നൂതന രീതിയെ പ്രയോജനപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ദന്തരോഗ ബോധവൽക്കരണത്തിന് മുഴുനീള മാജിക് ഷോയിലൂടെ ബോധവൽക്കരണം നടക്കുന്നത്. നമ്മുടെ പല്ലിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കൃത്യമായിട്ട് പല്ലുകൾ രാവിലെ തേച്ചിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, ദിവസം നമ്മൾ കുളിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ആരോഗ്യം വളരെ മോശമായി തീരും. दांत सुबह और नाइट में पूरा बराबर ब्रश करना चाहिए, अच्छा से रखना चाहिए. ബാധിക്കുന്ന അസുഖങ്ങൾ നമ്മുടെ പല്ലിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റ് ഒരുപാട് അസുഖങ്ങൾ വരും. ഉദാഹരണത്തിന് നമ്മൾ പല്ലിന് ചെറിയ കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കും. വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ഇല്ലേ? അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ये दांत का प्रॉब्लम हो तो हम लोग को शरीर के ऊपर दूसरा और ദന്തക്ഷയം, മോണരോഗം, വായിലെ ക്യാൻസർ, പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെല്ലാം മാജിക് ഷോയിൽ ബോധവൽക്കരണ പ്രമേയങ്ങളായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത മജീഷ്യൻ സനീഷ് വടകരിയും സംഘവുമാണ് മാജിക് അവതരിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രി ഡെന്റൽ ഹൈജീനിസ്റ്റ് അജയകുമാർ കരിവെള്ളൂരിന്റേതാണ് ആശയം. ആരോഗ്യ ബോധവൽക്കരണം വളരെ ഫലപ്രദമായി സമൂഹത്തിലെത്തിക്കാൻ മാജിക് ഷോയ്ക്ക് കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും നേതൃത്വത്തിൽ നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ടാണ് ബോധവൽക്കരണ മാജിക് ഷോ എന്ന നൂതന ആശയത്തിലൂടെ പല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി അവതരിപ്പിക്കപ്പെട്ടത്. മാജിക്കിലൂടെ ആകുമ്പോൾ എളുപ്പം ആരോഗ്യ ആശയങ്ങൾ പൊതുസമൂഹത്തിൽ എത്താൻ കഴിയുമെന്നാണ് നമുക്ക് ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും നല്ല രീതിയിലാണ് ഈ ആശയത്തെ സ്വീകരിച്ചത്. ലഹരിക്കെതിരെ ദന്താരോഗ്യം ശരിയായ അളവിൽ നിലനിർത്തേണ്ട ആവശ്യകത, മറ്റ് വിവിധ ദന്തരോഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ഫലപ്രദമായി മാജിക്കിലൂടെ മജീഷ്യൻ സനീഷ് വടകരയ്ക്ക് പൊതുജനങ്ങളുമായി സംവദിക്കാൻ സാധിച്ചു. ഏറ്റവും നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള ദന്താരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ കീരിയാട് സെഞ്ചുറി ഫ്ലൈവുഡ് കോമ്പൗണ്ടിലാണ് അരങ്ങേറ്റം നടന്നത്. ഡെന്റൽ സർജൻ ഡോക്ടർ സഞ്ജിത് ജോർജ്, ഡോക്ടർ മിൽന നാരായണൻ, സീനിയർ ഡെന്റൽ ഹൈജീനിസ്റ്റ് അജയകുമാർ കരിവള്ളൂർ, നിമിഷ വി, ഡോക്ടർ റഷാന, സെഞ്ചുറി ഫ്ലൈവുഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ബഷീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബബിത കെ എന്നിവർ സംസാരിച്ചു. ഇന്ന് മാജിക്കിലൂടെ ഇത്തരം ആശയങ്ങൾ ഇന്ന് യുവാക്കളിൽ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഒന്നാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അപ്പം അതിനെതിരെ ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടി മാജിക്കിലൂടെ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനൊരു ഭാഷ ഒരു പ്രശ്നമല്ല, ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് മാജിക്കിലൂടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. കണ്ണൂർ പിങ്ക് ടിയാര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 14 ശനിയാഴ്ച കണ്ണൂർ നായനാർ അക്കാദമിയിൽ സുഹാനി രാത്ത് എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്യും. കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് പിങ്ക് ടിയാര. പിങ്ക് ടിയാര കണ്ണൂരിൽ രൂപം കൊണ്ടിട്ട് ഏകദേശം ഒരു 2 വർഷമായി. ഞങ്ങൾ ഒരു ഈ കാര്യങ്ങളിൽ കലയെയും സാംസ്കാരിക കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഒരു മെഗാ ഇവൻ്റായിട്ട് ഒരു മൺസൂൺ നൈറ്റ് വാക്ക് ചെയ്തിരുന്നു. അത് വളരെ ഒരു വിജയകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് ഈ വർഷം ഞങ്ങൾ ഒരു മെഗാ ഇവൻ്റായിട്ട് ഒരു വലിയൊരു പരിപാടിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റാഫി നൈറ്റാണ്. സുഹാനി റാത്ത് എന്ന് ഞങ്ങൾ പേര് കൊടുത്തിട്ടുള്ള ഒരു റാഫി നൈറ്റ് കാലയവനേക്കുള്ള അലിഞ്ഞ മുഹമ്മദ് റാഫി എന്ന ലെജൻഡറി സിംഗറുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് അത് ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. മുഹമ്മദ് റാഫി സുഹേബിന്റെ പാട്ടുകളാണ് സംഗീത നിശയിൽ ആലപിക്കുക. മുംബൈ സ്വദേശിയായ മുഹമ്മദ് അസ്ലമാണ് മുഖ്യ ഗായകൻ. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, റൂറൽ പോലീസ് സൂപ്രണ്ട് ഹേമലത, DSC കമാൻഡന്റ് ലോകേന്ദ്ര സിംഗ്, പ്രശസ്ത ഗായകൻ സുരേഷ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മേരി ഉമ്മൻ, ഷമീറ മഷൂദ്, സ്വപ്ന ഇ കെ തുടങ്ങിയവർ പങ്കെടുത്തു.
ക്യാൻസർ പ്രതിരോധം എന്ന ആശയത്തിൽ ഊന്നിയുള്ള ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ഒക്ടോബർ 15 മുതൽ താണ ദിനേശ് ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനം ആരംഭിക്കുമെന്ന് MD ഡോക്ടർ അബ്ദുള്ള KP അറിയിച്ചു. വിവിധ ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധന, വാക്സിനേഷൻ, കൗൺസിലിംഗ്, ബോധവൽക്കരണ ക്ലാസ് എന്നിവ ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് നൽകും. കാരണം സാധാരണഗതിയിൽ ക്യാൻസർ വരുന്നത് ക്യാൻസറിൻ്റെ ഒരു ബേർഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് 1,00,104 പേർക്കാണ് ക്യാൻസർ വരാനുള്ള സാധ്യത. പക്ഷേ കേരളത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ആ കണക്ക് 1,00,135-ൻ്റെയും 150-ൻ്റെയും ഇടയിൽ ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയാണ്. നാഷണൽ ആവറേജിനേക്കാളും ഒരുപാട് കൂടുതലാണ്. 8 പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയാണ്. 8 പേരെന്ന് പറയുമ്പോൾ 2 കുടുംബത്തിൽ 8 പേരിലധികം ആളുകൾ കാണും. 2 കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയാണ്. അത്രയധികമാണ് ക്യാൻസറിൻ്റെ ബേർഡൻ. അത് പലപ്പോഴും സ്റ്റേജ് 3-ലോ ചിലപ്പോഴൊക്കെ സ്റ്റേജ് 4-ലോ ആണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറാത്തൊരു സ്റ്റേജിലേക്ക് മാറിയാലും തിരിച്ചു വരാൻ സാധ്യത കൂടുതലൊരു സ്റ്റേജിലാണ്. ആ സാഹചര്യത്തിലാണ് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പറ്റുകയാണെങ്കിൽ ക്യാൻസർ വരാതെ തന്നെ സൂക്ഷിക്കുക എന്നൊരു ക്യാൻസർ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ക്യാൻസർ ഉണ്ടാക്കാവുന്ന പല കാരണങ്ങളിൽ ചിലത് 40 മുതൽ 50% വരെ കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ ശരിയല്ലാത്ത ഭക്ഷണ രീതിയും ശരിയല്ലാത്ത ഹെൽത്ത് രീതിയുമാണ്. എക്സസൈസ് ചെയ്യാതെയുള്ള ജീവിത രീതിയൊക്കെയാണ് 40% വരെ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതുപോലെ HPV പോലെയുള്ള അണുബാധകൾ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ HPV വാക്സിനേഷൻ എടുക്കുന്നതോടുകൂടി സെർവൈക്കൽ ക്യാൻസർ എന്ന അസുഖം 100%, ഏകദേശം 100%-ഓളം നമുക്ക് തടയാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി 40-50% സാധാരണ ക്യാൻസറുകൾ തടയാൻ പറ്റും. ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി ഒരുപാട് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ആളുകളെ ആദ്യം ബോധവാന്മാരാക്കി അതിൻ്റെ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് എന്നൊരു സ്ഥാപനം സ്ഥാപിതമാകുന്നത്, അതിന്റെ വർക്ക് തുടങ്ങുന്നതും. ദേശീയ ശരാശരിയേക്കാൾ അധികമാണ് കേരളത്തിൽ ക്യാൻസർ നിരക്ക്. നേരത്തെ കണ്ടെത്തുക എന്നതാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് നല്ലത്. എന്നാൽ പലപ്പോഴും 4ാമത്തെ സ്റ്റേജിലാണ് ക്യാൻസർ കണ്ടെത്തുന്നതെന്നും ഡോക്ടർ അബ്ദുള്ള പറഞ്ഞു. ക്യാൻസർ നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കലാണെന്നും ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ KV ഗംഗാധരൻ, ഡോക്ടർ ദീപ്തി, TR തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 15 മുതൽ 23 വരെ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന കണ്ണൂർ ദസറയുടെ പ്രചരണാർത്ഥം ടൗൺ സ്ക്വയറിൽ നടത്തിയ കൊടിയേറ്റവും ചെരാത് തെളിയിക്കലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കണ്ണൂർ ദസറ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ കൊടിയേറ്റ് നടത്തി. തുടർന്ന് കൗൺസിലർമാരും സ്വാഗത സംഘം ഭാരവാഹികളും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ 100-ലധികം പേർ ചേർന്ന് മൺചെരാത് തെളിയിച്ചു. കണ്ണൂർ ദസറയുടെ വരവറിയിച്ചുകൊണ്ട് 5000-ഓളം മൺചെരാതുകളിലെ തിരികളിൽ കണ്ണൂർ ദസറ എന്ന് തെളിഞ്ഞത് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തടിച്ചുകൂടിയവർക്ക് നയനാനന്ദകരമായ കാഴ്ചയായി. പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് P. ഇന്ദിര, സിയാദ് തങ്ങൾ, സുരേഷ് ബാബു, എളയാവൂർ, ഷാഹിന മൊയ്തീൻ, കൗൺസിലർമാരായ മുസ്ലിം മഠത്തിൽ കൂക്കിരി രാജേഷ്, ET സാവിത്രി, PK സജേഷ് കുമാർ, ശ്രീജ ആരംഭൻ, PP ബീബി, K. സുനിഷ, KN മിനി, VK ശ്രീലത, സരസ ടീച്ചർ, K. നിർമ്മല, ദസറ കോർഡിനേറ്റർ KC രാജൻ മാസ്റ്റർ, VC നാരായണൻ മാസ്റ്റർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, മെമ്പർ സെക്രട്ടറി V. അഫ്സില, KV ചന്ദ്രൻ മാസ്റ്റർ, ആർട്ടിസ്റ്റ് ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5400, പവന് 43,200 രൂപ, വെള്ളി 75 രൂപ. അറിയിപ്പ്. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കർണാടകയ്ക്ക് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സാന്നിധ്യമാണ് കേരളത്തിൽ മഴ തുടരാൻ കാരണം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് രാത്രി 11:30 വരെ 0.5 മീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂർ വിദ്യാർത്ഥികൾക്ക് ധനസഹായവുമായി ഗ്രാൻഡ്മ. ഉപരിപഠനത്തിനെത്തിയ കുക്കി വിദ്യാർത്ഥികൾക്ക് പഴയകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ കൈത്താങ്ങായി.
മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഭീമം, കൂടെ തടവും. കടുത്ത നടപടികൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനി മുതൽ മുൻകൂട്ടി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ക്യാൻസർ പ്രതിരോധം ഓൺക്യൂർ ബയോ സൊല്യൂഷൻസ് ഒക്ടോബർ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് വരാതെ നോക്കലാണെന്ന് ഡോക്ടർ KP അബ്ദുള്ള. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.